ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ളത് കോൺഗ്രസിന്റെ തമ്മി തല്ലിനെ കുറിച്ചാണ്. നമ്മളല്ല, നിങ്ങൾക്കറിയാം, എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളവർ നമ്മൾ ഇലക്ഷൻ സമയത്താണെങ്കിൽ കോൺഗ്രസിനെ അമിതമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല. എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയ സർക്കാരിന്റെ ഭരണം മടുത്തിട്ട് എങ്ങനെങ്കിലും ഈ പിണറായി ഒന്ന് ഇറക്കി വിടണം, എന്നിട്ട് കോൺഗ്രസോ ബി ജെ പി വരണം എന്ന് എനിക്ക് വലിയ ഇതില്ല. കാരണം അവിടെ വേറൊരു ടൈപ്പ് ഒരു ഇതാണ് നടക്കുന്നത്. അവിടെ ബി കയറുവാണെങ്കിൽ അവിടെ എന്താണ് ഒരു മതസ്പർദ്ധ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കയറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറേയധികം സപ്പോർട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്ന രീതിയിൽ കുറേയധികം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ നിരന്തരമായിട്ട് ചെയ്തപ്പോൾ തന്നെ കുറെ ഇടത്തു നിന്നൊക്കെ എനിക്ക് ഭീഷണി കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അതൊന്നും വകവെക്കാതെ കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ നിരന്തരം വോട്ട് ചോദിച്ചോണ്ടേയിരുന്നു. അപ്പം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിനൊരു സങ്കടകരമായ കാര്യങ്ങൾ വെച്ചാൽ റിസൾട്ട് മെയ് 4 വരുള്ളൂ. പക്ഷെ നിങ്ങളുടെ തമ്മിത്തല്ല് കണ്ടിട്ട് അയ്യോ എന്റെ ഭഗവാനെ എന്ന് ഞാൻ വിചാരിച്ചു പോയി. എന്തിനു വേണ്ടി നമ്മൾ വോട്ട് ചോദിച്ചു? എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് അതിന് തമ്മിത്തല്ലിച്ച. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഓൾറെഡി ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ഒരു 2-3-4 ദിവസം മുന്നേ. ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തില്ല. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം സോ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പൊളിറ്റിക്സ് പരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് എല്ലാവരും ലൈക്ക് അടിച്ച് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ കുറെ നാളായിട്ട് പൊളിറ്റിക്സും കാര്യങ്ങളും വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഇടുന്നില്ലായിരുന്നു. കാരണം എനിക്കൊരു ചെറിയ വയ്യാഴികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് അടിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് പറയാനുള്ളത്, ഇവരുടെ തമ്മിത്തല്ല് നമുക്കറിയാം. എന്താണ് മുമ്പേ നമ്മുടെ VT സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ഷന്റെ റിസൾട്ട് ഇങ്ങോട്ട് വന്നോട്ടെ, എന്താണെന്ന് UDF തന്നെ ഇത്തവണ ഭരിക്കും, കേരളം ഭരിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കേവലം 5 മിനിറ്റ് പോലും വേണ്ട. 5 മിനിറ്റ് അല്ല, 50 ദിവസം കഴിഞ്ഞാലും ഇവർ ഇതിനകത്ത് ഒരു മുഖ്യമന്ത്രിയെ എടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഇതുമില്ല. കാരണം എന്താ വെച്ചാൽ തമ്മിത്തല്ലാണ്. VT സതീശൻ ഒന്നാകെ എന്താണ് മുൻകോപം, എടുത്തുചാട്ടം, ദേഷ്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ശുണ്ടി ചേരുന്നത്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ഇതിനകത്ത് വന്ന് ഒരു അയലത്ത് പോലും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുമ്പൊരു എന്താണ് ഒരു MP ആയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് എന്താണ് പരിചയ സമ്പന്നമുണ്ട് ഈ പൊളിറ്റിക്സിൽ എങ്ങനെ നിൽക്കണം. അതുപോലെ തന്നെ മിതത്വമായ സ്വഭാവമാണ്. എല്ലാവരോടും വളരെ സ്നേഹവും അനുകമ്പയും ക്ഷമയുള്ള ഒരു കഥാപാത്രമാണ് എന്താണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയും ഇതിനകത്ത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് തന്നെ. പക്ഷെ തന്നെ VT സതീശനാണ് എന്താണ് ഈ ഒരു 5 വർഷക്കാലം നമ്മുടെ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് രംഗത്തോട്ട് വരുന്നത് കണ്ടെന്നു. പിന്നെ ഷാഫി പറമ്പിലൊക്കെ വരട്ടെ, നല്ലതല്ലേ. അപ്പം അവർ ഇന്നും പേരൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഷാഫി പറമ്പിലൊന്നും ഒരിക്കലും VT സതീശന്റെ പേര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ തീരുമാനം എന്താണ് തലേദിവസം തന്നെ, അതിന് രാഹുൽ മാങ്കൂട്ടത്തോട് പോലും പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പറയാതെ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിനെ പുറത്താക്കാനുള്ള തീരുമാനം VT സതീശൻ എടുത്തു കഴിഞ്ഞിരുന്നു. എനിക്കിപ്പോ തോന്നുന്നു അത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം തന്നെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിലും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഇലക്ഷൻ നിന്നിരുന്നെങ്കിലും ഇത്രയധികം വോട്ട് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. CPM-കാർ ആ ഒരു എന്താണ് തെരെ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇരകളുടെ കേസ് നിലയ്ക്കുമെന്ന്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു. ഇത് എന്താണ് LDF-കാർ വെച്ച കെണിയാണെങ്കിലും അവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരുന്നത്. അപ്പം LDF-കാർ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് വീട്ടിലിരുത്തി കഴിയുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടം പുള്ളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അവരെ നാറിക്കാവുന്നതിന്റെ പരമാവധി നാറിച്ചു. എന്താണ് നെറുകേടിന്റെ 10 വർഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കി. അത് മില്യൺ കണക്കിന് ആൾക്കാരാണ് കണ്ടത്. അത് മാത്രമല്ല 2 ലക്ഷത്തിലധികം ആൾക്കാരെടുത്ത് അത് റിയാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിൽ പരം ഒരു തിരിച്ചടി എന്താണ് LDF-ന് കിട്ടാനില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ജനം 10 വർഷം കൊണ്ട് ഓൾറെഡി മടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മടുത്ത് ഈ ഒരു ഭരണം മാറണം എന്നുള്ള അല്ലാതെ ഒറ്റ തീരുമാനമാണ്. പക്ഷെ നമ്മൾ കോൺഗ്രസ് വരും. അപ്പം നമ്മൾ ഇപ്പോഴും വിചാരിക്കും ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിനിപ്പുറം തന്നെ ഇവർ തമ്മിൽ അടിപിടിയായി അല്ലേ. കൊച്ചിങ്ങോട്ട് ഒരു കൊച്ചു പെറ്റില്ല, പേറുന്നതിന് മുമ്പ് കൊച്ചിന് പേരിടാൻ തുടങ്ങിയ ഒരു അവസ്ഥയാണിത്. അപ്പം ആ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്ക് അയ്യോ, ഇപ്പോഴും ഇവരിങ്ങനെ തമ്മിത്തല്ലാണെങ്കിൽ പിന്നെ ഈ ഒരു 5 വർഷക്കാലം ഇവരെങ്ങനെ ഇത് കൊണ്ടുപോകും? നമുക്ക് അബദ്ധം പറ്റുമോ ഭഗവാനെ? ഈ വോട്ട് ചെയ്തവരെ ഈശ്വര ഇതിങ്ങൾക്കൊന്നും ചെയ്യണ്ടായിരുന്നു പുല്ലെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണ്. പിന്നെ എന്താണ് KC വേണുഗോപാൽ ഓൾറെഡി ഇതിനകത്ത് ഇലക്ഷന് മത്സരിച്ചിട്ടില്ല. ഇനി അഥവാ ഇദ്ദേഹത്തിന് മന്ത്രി കസാര വേണമെങ്കിൽ 6 മാസത്തിനകം ഒരു ഇലക്ഷൻ നിന്ന് ഇദ്ദേഹം എവിടെയെങ്കിലും സ്ഥാനത്ത് കയറി മത്സരിച്ച് ജയിക്കണം. അത് പിന്നെ എളുപ്പമാണ്. നമുക്ക് എന്താണ് കോൺഗ്രസ് ജയിക്കുമെന്ന് ഉള്ളിടത്ത് ഒരു ബൈ ഇലക്ഷൻ നിർത്തി ജയിപ്പിച്ചാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പക്ഷേ
ഇവിടെ ഇത് ഒരു കൈക്ക് പോകും തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഈ കുട്ടികളെ പോലെ പെരുമാറാതെ കുറച്ചും കൂടെ മെച്യൂരിറ്റി ആയിട്ട് ചിന്തിച്ച് പെരുമാറുക. അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് ഈ സമൂഹത്തിന് മുന്നിൽ പൊക്കി പറയാൻ നമുക്കും കൂടെ നാണക്കേട് തരുന്ന ഒരു സംഭവമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് കെ സി വേണുഗോപാലിനെ ആണെങ്കിൽ എന്താണ് ഹൈക്കമാൻഡ്, അതായത് രാഹുൽ മാങ്കൂട്ടുമായിട്ട് വളരെ അടുത്ത് അല്ല രാഹുൽ സോറി രാഹുലുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. ഏത് ഈ രാഹുൽ അല്ല, നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ്. അപ്പം അപ്പം അങ്ങനെ ഒരു ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം പറയുകയാണെങ്കിൽ, അതായത് കെ സി വേണുഗോപാൽ വേണമെന്ന് ചിലപ്പോൾ മേ ബി പറഞ്ഞേക്കാം, എന്നാലും കുഴപ്പമൊന്നും ഇല്ലടേ. പക്ഷെ അപ്പൊ തന്നെ എന്താണ് നമ്മുടെ വി ടി സതീശൻ പണി പോവില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. വി ടി സതീശന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പദവി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഡിബേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ഈ ഇന്ത്യൻ എക്കണോമി അതിനെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിന്റെ ഇനി GDP എങ്ങനെ ഉയർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അപാരമായിട്ടുള്ള ഒരു പ്രസംഗം ഒന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വരുന്ന പോയിന്റ്സ് അല്ലെ, ആഡം സ്മിത്തിനെക്കാളും എന്താണ് വളരെ ഗംഭീരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതുപോലെ സ്റ്റഡി ചെയ്തിട്ട് GDP എങ്ങനെ ഇനി ഉയർത്താം, അതുപോലെ സംരംഭകരുടെ കാര്യങ്ങളൊക്കെ 1 by 1 ആയി പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കണം, പ്രോജക്റ്റ് 5 വർഷത്തെ പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കണം, ആ പ്രോജക്റ്റ് അനലൈസ് ചെയ്യണം, സ്റ്റഡി ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം, അത് കറക്റ്റ് ആണോ എന്ന് പഠിക്കണം. അങ്ങനെ നമുക്ക് സംരംഭങ്ങളെ ഉയർത്തിക്കൊണ്ട് വരണം. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കരിക്കുലം, നമ്മുടെ കേരള സിസ്റ്റം കരിക്കുലം എങ്ങനെയായിരിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്ന കേട്ടപ്പോൾ എനിക്ക് വളരെ അദ്ദേഹത്തിന്റെ വിഷൻ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷമയുടെ ഒക്കെ കാര്യത്തിൽ എന്താണ്, രമേശ് ചെന്നിത്തലയാണ് ക്ഷമയുള്ളത്. ക്ഷമ വേണം, തീർച്ചയായും ക്ഷമ വേണം. അത് ക്ഷമയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അത് എന്താണ് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഉള്ളത്. കെ സി വേണുഗോപാലിന്റെ കാര്യം ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവരെല്ലാം കൂടെ വരട്ടെ അല്ലേ, ഷാഫി പറമ്പിലും എല്ലാം വരണം, എല്ലാവരും വന്നിട്ട് വേണം ഇതൊരു നല്ലൊരു രീതിയിൽ നമ്മുടെ കേരളത്തെ ഉയർത്തിക്കൊണ്ടു തന്നെ വേണം. പക്ഷെ ഇങ്ങനെ തമ്മി തല്ലിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടെ അയ്യോ ഇവർക്കൊക്കെ വേണ്ടിയാണോ നമ്മളിങ്ങനെ വാദിച്ചതെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ തല താഴ്ത്തിയിരിക്കുന്ന കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് എന്താണ് ഒരു MP പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, എന്താണ് തോക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ. അത് എന്താണ് കുറ്റം പോലെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു MP പദവി ഇരിക്കുമ്പോൾ തോക്കുന്ന മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ തോക്കുന്ന ഉറപ്പുള്ള മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ഒരു MP വന്ന് മത്സരിക്കുമ്പോഴത്തേക്ക് ആ തോക്കുമെന്ന് ഉറപ്പുള്ള ആ ഒരു മണ്ഡലം നമുക്ക് ഭരണം കിട്ടുവാണെങ്കിൽ അത് അതിൽ പരം അഭിമാനമുണ്ടോ? അപ്പൊ അതിനൊക്കെ എന്താണ്, അപ്പൊ അത്ര കോൺഫിഡൻസ് കുറവായിട്ടാണ്, നമുക്ക് നാണക്കേടാണ്. അപ്പം തോറ്റാലും കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്കൊരു ജനങ്ങളെ സേവിക്ക് MP എന്നുള്ള ഒരു പദവി ഉണ്ടല്ലോ. അപ്പൊ അധികാരമോഹം, MLA എന്ന് പറഞ്ഞ അധികാരമോഹം അല്ലെങ്കിൽ എന്താണ് മന്ത്രി കസേര മോഹമൊക്കെയാണ് നമുക്ക് അതിനകത്തൊന്നും നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ നമ്മൾ കാണുന്ന ജനങ്ങളും മണ്ടന്മാരൊന്നുമില്ല, അവരും കഴിക്കുന്ന അരിയാഹാരമൊക്കെ തന്നെയാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പ്രവർത്തിക്കുക, ഒന്ന് ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിക്കുക. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇലക്ഷൻ സഹിത കഴിഞ്ഞിട്ട് പറയാനുണ്ട് കേട്ടോ. അപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്താണെങ്കിലും കോൺഗ്രസിലോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇനി രണ്ട് മാസം കൂടി ആകുള്ളൂ. അപ്പോഴത്തേക്ക് കുറെ അധികം പടക്കങ്ങൾ പൊട്ടാനുണ്ട്. നിങ്ങൾ കാത്തിരുന്ന് കാണുക, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവിടെ തകടം മറിയാനുണ്ട് എന്നാണ് എനിക്കൊരു ഇത് വരുന്നത്. അപ്പം ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ LDF ഇനി വരുവാണെങ്കിൽ നമുക്ക് എന്താണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരിക. പക്ഷെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇത്തവണ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ 50,000 ധർമ്മടത്തല്ലായിരുന്നു, 50,000 ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. പക്ഷെ ഇത്തവണ എന്താണ് 25,000 അല്ലെങ്കിൽ 20,000 പകുതി കുറയും. ധർമ്മടത്ത് പിണറായി വിജയൻ അല്ല, CPM-ന്റെ വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും വിജയിക്കും. കാരണം അത് എന്താണ് CPM കോട്ടയാണ്, അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, പിണറായി അവരുടെ കൂട്ടത്തിൽ നിന്ന് പോലും വെറുത്തു എന്നാണ്. പിണറായി വിജയൻ അല്ലാണ്ട് വേറെ ആരും, ശശി തരൂരോ വേറെ ആര് വന്നാലും, ശൈലജ ടീച്ചറോ ആര് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇയാൾ വരരുത് എന്ന് മാത്രമേ എനിക്ക് പറയാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് തന്നെയാണ് അഭിപ്രായം എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ശ്രദ്ധിക്കുക. ബൈ.